പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഇപ്പൊ സുവിശേഷത്തിൽ എന്തെല്ലാം ഉണ്ട്? യേശുവിന്റെ ജനനമുണ്ട്, യേശുവിന്റെ മരണമുണ്ട്, യേശുവിന്റെ പുനരുത്ഥാനമുണ്ട്. ഇതെല്ലാം അടങ്ങിയതാണെന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം. അങ്ങനെ നമ്മൾ നോക്കിയാൽ ലോകം മുഴുവനും ക്രിസ്തുവിന്റെ ജനനവും മരണടക്ക പുനരുത്ഥാനമായിരിക്കുന്ന ഈസ്റ്ററും എല്ലാ രാജ്യങ്ങളും കൊണ്ടാടുന്നുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ലോകം മുഴുവൻ എന്തറിഞ്ഞിട്ടുണ്ട്? സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. സുവിശേഷം അറിയാതെ ആരുമില്ല. രണ്ട്, കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവിനെ കുറിച്ച് ഞാൻ സുവിശേഷിക്കുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുവിശേഷം ഈസിക്കൽ ടു എന്ന് പറഞ്ഞാൽ ആരാ? യേശു ക്രിസ്തുവാണ്. ഇനി ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? യേശുവാണ്. യേശുവിനെ കുറിച്ചുള്ള വർത്തമാനമാണ് സുവിശേഷം. ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഇദ്ദേഹം സുവിശേഷം പറഞ്ഞതിന്റെ നിമിത്തമാണ് ജയിലിൽ കിടക്കുന്നത്. ഇദ്ദേഹം ജയിലിലായി, സുവിശേഷം പറയേണ്ട സുവിശേഷകൻ ജയിലിലായി. അപ്പോൾ പറയേണ്ട ആള്, പ്രസംഗിക്കേണ്ട ആള് അകത്തായി കഴിഞ്ഞാൽ പുറത്താരും പറയാനുണ്ടോ? പുറത്താരും പറയാനില്ല. പക്ഷേ പുറത്ത് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, മറ്റ് വിശ്വാസികൾ, അവര് അപ്പോസ്തലനായ പൗലോസിന് സംഭവിച്ചതിൽ നിരാശപ്പെടാതെ അവർ ധൈര്യത്തോടുകൂടെ കർത്താവിന്റെ സുവിശേഷം പറഞ്ഞു. പൗലോസ് പുറത്തുണ്ടായതിനേക്കാളും ശക്തമായി സുവിശേഷത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ജയിലിന്റെ ഉള്ളിൽ കിടന്നപ്പോൾ സഭ ചെയ്തു. അതാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ഭവിച്ചത്, ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു.